അല്ല മച്ചാ, ഇന്ന് നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇറങ്ങിക്കുന്നത്. അതെന്തിനാ നമ്മൾ പിന്നെ പറയാം. ഈയിടെ എന്റെ കമ്പനിക്കാരൻ റോഡിലെ ബാരികാർഡെല്ലാം വണ്ടിയായിട്ട് പിടിച്ച് തകർത്തുക. ഇവനാണ് അവൻ. ബാരികാർഡ് പണിത് തരാതെ PWD വണ്ടി നമുക്ക് വിട്ടുതരായിരുന്നു. ലാസ്റ്റ് നമ്മൾ തന്നെ കളത്തിലോട്ട് ഇറങ്ങി പണിയാൻ. അങ്ങനെ നമ്മൾ പണി സൈറ്റിലെത്തി നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്ത് പിറക്കി വെളി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ കൂളിംഗ് ഗ്ലാസ് എന്തിനാ നമ്മൾ വെച്ചെന്ന്. അല്ലെങ്കിൽ നമ്മളെ കണ്ണടിച്ചു. ഇവനാണ് വെൽഡിങ്ങിന് എന്റെ ആശാൻ. ഒന്ന് കൈവച്ച് കൊടുത്താൽ മതി, ബാക്കി എല്ലാം എന്റെ ആശാൻ നോക്കിയോളൂ. അങ്ങനെ ഒരു വീഴ്ച അങ്ങോട്ടും ഒരു വീഴ്ച ഇങ്ങോട്ടും വീഴ്ച ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ സമയമേ. ദുൽഖർ പറയുന്ന ചുമ്മാ അല്ല. അങ്ങനെ നടുറോട്ടിലിരുന്ന് നല്ല കടലക്കറി പൊറോട്ടായ ഒരു അടി. ഇവന്മാരാണ് നമ്മളെ കാണാൻ ഒളിച്ചിരുന്ന് ബിരിയാണി കഴിക്കുക. ഇവിടെ നിന്ന് താഴെ പോയ ബിരിയാണി കഴിക്കാൻ ആൾ പോലും കാണില്ല. പിന്നെ നമ്മൾ റോഡ് സൈഡിലൂടെ ഒരു പെൺകൊച്ചു പോയപ്പോൾ അവളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി നമ്മൾ മുതലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. ഇവനല്ലേ കൊണ്ട് വണ്ടി ഇടിപ്പിച്ചത്. അതുകൊണ്ട് തലക്കിട്ട് അടിയും കൊടുത്ത് നമ്മൾ ഇവനെ കൊണ്ട് പണിയിപ്പിക്കുകയാണ്. അടിച്ചോണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് എന്നോട് മോനെ കമ്പി വെക്കണം നമ്മുടെ ചോദിച്ചു. എനിക്കൊരു നേരമില്ല, ഒരു കേസും കൂടെ പറ്റിയ നമ്മൾ അവിടെ ഓടി. അങ്ങനെ സൈറ്റ് വർക്കിലെ പണിയും കഴിഞ്ഞ് നമ്മൾ ആശാനായിട്ട് അവിടെ എസ്കേപ്പ് അടിച്ചു. ഒരു ദിവസം ഫുള്ള് പണിയിപ്പിച്ചിട്ട് ആകെ വാങ്ങി തന്നത് ഷവർമ. ഭായിമാർക്കാണ് 1000 തച്ചു കൊടുക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ അമ്പലത്തിൽ പരിപാടിക്ക് പോയി. നമുക്ക് പറ്റിയ കൊച്ചവിടെ കാത്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റിയല്ലോ. ഈ കൂട്ടത്തുണ്ടോ നോക്കട്ടെ. അമ്പലത്തിൽ നിന്ന് ഏതോ ഒരു കൊച്ചു വരെ ചിരിച്ചു കാണിച്ച്. അതിന്റെ സന്തോഷം പിന്നെ മുഖത്തുണ്ട്. അത് ഇപ്പൊ കാണിച്ചു തരാം. നിന്നെ ഒരു കുഞ്ഞു പൈലൊന്നും വിട്ടുകൊടുക്കുകയല്ലേ കുട്ടപ്പായി. എനിക്ക് വേണം നിന്നെ. എന്നെയാണ് ഒരു കൊച്ചു നോക്കുന്നില്ല. അതിന്റെ കയറി നമ്മൾ വീട്ടിൽ പോയി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് വിത്ത് ഫോളോ. രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല ഗൈസ്.